ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കുടുംബ സഹായ ഫണ്ട് വിതരണം നടത്തി. സംസ്ഥാനത്തെ പൊതുവിതരണ മേഖല വിവിധോദ്ദേശ കേന്ദ്രങ്ങളായി മാറുകയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച എ. പ്രഭാകരൻ എം.എൽ.എ. ശക്തമായ ഭക്ഷ്യസുരക്ഷാ നയം കൊണ്ടുവന്നത് ഇടതു സർക്കാരാണെന്നും സംസ്ഥാനത്തെ പൊതുവിതരണ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലെല്ലാം സർക്കാർ ശക്തിപ്പെടുത്തുമെന്നും പ്രഭാകരൻ പറഞ്ഞു. സർക്കാർ സഹായിക്കുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. എന്നാൽ റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ഷേമനിധി അവര് അടക്കിയ ആ പൈസ അവരുടെ ഓഫീസ് ചെലവിന് വേണ്ടി വിനിയോഗിക്കുക എന്നല്ലാതെ 10 പൈസ നേട്ടം ഗൗരവത്തിൽ ലഭിച്ചിട്ടില്ല. അപ്പൊ അത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ധനകാര്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ 1 കോടി രൂപ അതിലിപ്പോൾ അനുവദിച്ചിട്ടുണ്ടായി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് വരുമ്പോൾ കയ്യേറ്റിന് പോലുമില്ല. 10 വഴി ഞാൻ ചർച്ച ചെയ്തതിന് ശേഷം മന്ത്രി മറുപടി പറയുമ്പോൾ 1 കോടി രൂപ നിങ്ങൾക്ക് ഇപ്പം അതിലേക്ക് തന്നിട്ടുണ്ട് എന്ന മറുപടി പറഞ്ഞു പറയുമ്പോൾ ആകെ എന്താ പറയുക കാറ്റുപോയ വെല്ലുവിളി പോലെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ അന്നം വിടുകയാണ്. 10 വയസ്സ് ഇല്ലാതിരുന്നത് ആ പ്രസംഗത്തിന് വേണ്ടിയിട്ട് അതിനൊരു 1 കോടി രൂപ അനുവദിക്കുക പ്രഭാകരന്റെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് അത് ശരിയാണ്, വിട്ടുപോയതാണ്, അത് കൊടുക്കാവുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ഒരു സന്തോഷമെങ്കിലും പ്രകടിപ്പിക്കട്ടെ. കോട്ടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ സാന്ത്വനം പരിപാടി ആരംഭിച്ചിട്ട് ഒരുപാട് കാലമൊന്നുമായിട്ടില്ല. അപ്പോൾ അത് ജോണി നെല്ലൂർ സാർ പറയുകയില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനകം ഞങ്ങൾ ആരോഗ്യമുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്ക് കേരള സർക്കാർ ആവശ്യപ്പെടുന്ന 1/3 പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്നത് കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷാ മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. കമ്മീഷൻ ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങളും കാലോചിതമായി പരിഷ്കരിക്കണമെന്ന റേഷൻ വ്യാപാരികളുടെ ആവശ്യം ന്യായമാണ്. AKRDA ജില്ലാ പ്രസിഡന്റ് ടി. മൊയ്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ധനസഹായ വിതരണം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി. മുഹമ്മദ് അലി, സംസ്ഥാന ട്രഷറർ N. മുഹമ്മദ് അലി, ജില്ലാ സപ്ലൈ ഓഫീസർ AS ബീന, മോഹനൻ പിള്ള, ഉണ്ണികൃഷ്ണൻ പിള്ള, PD പോൾ, ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.